ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് എന്താ പറയുക, ഉച്ചയ്ക്ക് തൊട്ട് ഹോസ്പിറ്റൽ കേസായിരുന്നു. ചാക്കോച്ചന് വയ്യാണ്ട്. അപ്പോൾ ഉച്ചവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കാലത്തൊരു ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഇന്നത്തെ ദിവസം മുഴുവൻ. അപ്പോൾ നമുക്കത് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നേരം വെളുത്തു. ഇന്ന് ഈ പറഞ്ഞ പോലെ നേരത്തോടെ ഞാൻ എണീറ്റു കേട്ടോ. എണീറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രാത്രി വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം രാവിലെ കൃത്യമായിട്ട് നേരത്തെ എണീക്കണം. നമുക്ക് ക്ഷീണം വരുമ്പോഴാണ് നമ്മളങ്ങനെയൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെ രാവിലെ ചാക്കോച്ചനെ കൊണ്ടുവന്ന് ഇവിടെ കെടുത്തി. ഞാൻ എണീക്കണേലും മുമ്പായിട്ട് ഡോൺ കൊണ്ടുവന്ന് കെടുത്തിയിട്ടാണ്. പക്ഷേ അവൻ ഉറങ്ങിയൊന്നുമില്ല, അവൻ ചാടി എണീറ്റു. അപ്പോൾ അങ്ങനെ അപ്പോൾ അവനെ അവിടെ കിടത്തി. അവിടെ നിന്ന് അപ്പാപ്പനും മോനും കൂടി അവിടെ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പം പാച്ചില്ലാത്തതിൻ്റെ ആ ഒരു അനക്കക്കുറവ് മൊത്തം വീട്ടിലുണ്ട്. മറ്റേത് ഈ സമയമാകുമ്പോൾ അവൻ ഇവിടെ നിന്ന് എണീറ്റ് പിന്നെ അപ്പാപ്പൻ്റെ കൂടെ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കലാണല്ലോ പതിവ്. അങ്ങനെ ഡിവൈൻ്റെ വക ഊത്തപ്പം ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ സബോള അരിഞ്ഞത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉച്ചയ്ക്ക് എടുക്കാം. അപ്പോഴാണ് ഇന്നലെ നമ്മൾ കണ്ടല്ലോ ഒരു കൊറിയർ വന്നത്. അപ്പോൾ എന്താണെന്ന് അറിയാം, സാരി ബാഗാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും വലിയ പെട്ടിയിലെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. അതേ അടിയിൽ വെറുതെ സാരി ബാഗ്. പക്ഷേ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ വലിയ ബോക്സിലാണ് അയച്ചത്. അത് നല്ല ക്വാളിറ്റിയുള്ള ബോക്സ് ആട്ടോ. അപ്പോൾ ഞാനത് കളയാറില്ല, എന്തെങ്കിലും ഇട്ട് വെക്കാമല്ലോ. അങ്ങനെ ഡോൺ ഇന്ന് ഇത്തിരി നേരത്തെ പോയി തോമുൻ്റെ ബാഗൊക്കെ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ തോമും കൂടി പോയതിന് ശേഷം ഡാഡിയും ഒക്കെ പോയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇറച്ചി ആ നേരത്തെടുത്ത് വെക്കാം, ചോറും അപ്പം വെക്കാം. അപ്പോൾ ഡിവൈൻ മോന് പനിയുള്ള കാരണം മുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ഒരു നേരവും പോകണമില്ല. ഞാൻ വേഗം കുറച്ച് ലോക്കറ്റുകളും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയും ചെയ്യാം. നമ്മൾ സ്റ്റോക്ക് എടുപ്പെന്ന് പറയില്ലേ, നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയാലാണ് നമുക്കത് എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ സംഭവങ്ങളെടുത്ത് ഫോട്ടോ അയക്കും. അവർക്ക് ചോദിച്ച സാധനം നോക്കുമ്പോഴും അത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ ഓരോ ബോക്സായിട്ട് എടുത്ത് ഫോട്ടോസ് എടുത്ത് അതുപോലെ ചോദിച്ച അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇന്നൊരു കുട്ടി കുറച്ച് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നൊരു എല്ലാ കളറിൽ നിന്നും ലോക്കറ്റുകളും ജിമിക്കും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോക്സ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കാം. ഇനിയിപ്പോൾ ഓണവും വിഷുവൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുക, സിംഗിൾ പീസ് പോലെ ആയി എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ സീസൺ അനുസരിച്ച സാധനങ്ങൾ എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഷോപ്പുകാരുടെ ആവശ്യം അനുസരിച്ച് ചോദിക്കുന്നതനുസരിച്ച് മാത്രം ഞാൻ പ്ലേറ്റ് ചെയ്ത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസായിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ പലതരം ഇതിൻ്റെ എന്താ പറയുക, ഇത് ഭയങ്കര ഭംഗിയും ഭയങ്കര വലിപ്പമുള്ള സംഭവമാണ്. അപ്പോൾ അത് ഒരുവിധം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് കടന്നു. കാരണം ഡാഡി വരുമ്പോഴേക്കും ഫുഡ് കൊടുക്കണ്ടേ. ഡിവൈൻ ചിലപ്പോഴേ കഴിക്കുള്ളൂ, ചിലപ്പോൾ കഴിക്കാറില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ചോറൊരു വശത്ത് വെച്ചിട്ട് ബീഫ് വേവിച്ച് വെച്ചതിരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുമില്ല, സബോള ഓൾറെഡി നന്നാക്കിയിരിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇഞ്ചി വേപ്പില പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചതാണ് ആയിരുന്നത്. അപ്പോൾ കുറച്ച് സബോളയും ഇഞ്ചി വേപ്പില പച്ചമുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഒക്കെ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളിയും കൂടി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ ഈ വേവിച്ച് വെച്ച ബീഫ് നേരെ അതിലേക്ക് ഒഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഒന്ന് കുറുതാവണം എന്ന് തോന്നുകയാണെങ്കിൽ, ഇത് ഓൾറെഡി കുറുതായി. കാരണം എന്താ വെച്ചാൽ സവോള ഞാൻ കുരുനാന്ന് അരിഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, മറ്റേ ഊത്തപ്പത്തിന് അരിഞ്ഞതിൻ്റെ ബാക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിത്തിരി കുറുതായി. എന്നാലും അങ്ങനെ കട്ടി കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഒരു തുണ്ട് കോൺഫ്ലവർ വേണമെങ്കിൽ കുറുക്കി ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ മല്ലിയില ഇട്ട് മൂടി വെച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മീൻ വറുത്ത വെളിച്ചെണ്ണ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അത് കളയിനോട് കൂടിയിട്ട് ഞാൻ ഉണക്ക ചെമ്മീനൊക്കെ വറുത്ത് വയ്ക്കും. അപ്പോൾ അതാകുമ്പോൾ ഇടയ്ക്ക് വറുത്ത് വെക്കുമ്പോൾ അതൊന്ന് പിന്നീട് നാളികേരം വറുത്ത് അതൊരു ചമ്മന്തിപ്പൊടിയാക്കി വെക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഇൻഡക്സിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര അടി പിടിച്ച പാത്രവും വെള്ളം ഒഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് വളരെ ക്ലീനാവും. ഞാൻ അതന്നെ ക്ലീൻ ചെയ്തിട്ട് അതിൽ തന്നെയാണ് ഇറച്ചി വെച്ചത്. അപ്പോൾ ഞാൻ ബോട്ടിയാണിത് കേട്ടോ. അപ്പോൾ ഞാനും ഡോണും മാത്രമേ ബോട്ടി കൂട്ടുള്ളൂ. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് മാറ്റി വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഞാനത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം കുക്കറിലിട്ട് മസാലയൊക്കെ ഇട്ട് വേവിച്ച് ഇതിന് ഞാൻ ഉണക്ക സബോള യൂസ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഒന്നുമില്ല, എണ്ണ തിളയ്ക്കുമ്പോൾ ആദ്യം പൊടികളിടും, എന്നിട്ട് അടുപ്പ് ഓഫ് ചെയ്യും. എന്നിട്ടാണ്, കാരണം ഭയങ്കര ചൂടായി ഈ പാത്രങ്ങൾ ഭയങ്കര ചൂടായി ഇൻഡക്സിൻ്റെ. എന്നിട്ട് ഞാൻ അതിനകത്ത് സബോള ഒന്ന് മുരിയുമ്പോൾ ഈ ഇറച്ചി അതിലിട്ട് നല്ലോണം വറുത്തെടുക്കുക ചെയ്ത് ബോട്ടിട്ടോ.
അപ്പോൾ അങ്ങനെ അപ്പോൾ ദേ ഉച്ചയിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാനും ഡാഡിയും വേഗം ഫുഡ് കഴിച്ചു. ഡിവൈൻ ഇന്ന് കഴിക്കാൻ വന്നില്ല, കാരണം മോന് ചെറുതായിട്ട് പനിക്കുന്നു പറഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പനിക്കുന്നുണ്ട് ചെറുതായിട്ട് എന്ന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈന് വേണ്ടി മാറ്റി വെച്ചത് ഈ കട്ട്ലറ്റും മാങ്ങയും ഒക്കെ അവിടെ ഇരിപ്പാണ്. അപ്പോൾ പരിപ്പ് കറിയും ഇറച്ചിക്കറിയാണ് ഡാഡി കഴിച്ചത്, കട്ട്ലറ്റും. ഞാൻ ബോട്ടിയുടെ ഒരു തുണ്ടെടുത്ത് കഴിച്ചു. എനിക്കും ഡോണാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ തുടച്ച് ഇട്ടു കേട്ടോ. കിട്ടുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന പരിപാടികൾ ചെയ്യാൻ വെച്ചപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചത് മറ്റേ കൊച്ചിൻ്റെ ഫ്ലാസ്കിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഫ്ലാസ്കിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുതിയ സെക്കൻഡ് സ്റ്റഡുകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റഡുകളാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ ഷീറ്റുമ്മയാണ് കാണിച്ചു തരാറ്. ഇതിപ്പോൾ അതേ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അത് നേരെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അങ്ങനെയാണിത്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഉറങ്ങില്ല, ഒതുക്കാൻ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡിമ്പിളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ വീഡിയോ കേട്ടോ, അറിയാണ്ട് പെട്ടുപോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോൾ എനിക്കും ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു വല്ലാണ്ട് വൈകണ്ട, വേഗം ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ ചായ വെച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ ചായ ആയിരുന്നു, എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ തെറ്റിയിട്ട് 5 ഗ്ലാസ് വെച്ചു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡിമ്പിളും കൂടി ഉള്ള കാരണം 5 ഗ്ലാസ് വെച്ച് ശീലമായിപ്പോൾ 5 ഗ്ലാസ് വെച്ചു. അങ്ങനെ 5 മണിയായപ്പോഴേക്കും അവർ അവിടെ ഡോക്ടറെ വിളിച്ച് വെച്ചപ്പോൾ ഡോക്ടർ 4:30 കഴിഞ്ഞിട്ട് പെരിങ്ങാവിൽ ഡോക്ടറുടെ വീട്ടിലേക്ക്, അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദേ പോയി. അപ്പോൾ ഞാൻ തോമുവിനോട് കുറേ പറഞ്ഞു. അപ്പോൾ പോണോട് കൂടിയിട്ട് തോമുവിനെ ഡോൺ വരുമ്പോൾ കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ടാണ് പിന്നെ അവർ പോകാനൊരുങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ അവർ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് സമ്മതിച്ചില്ല, മൂപ്പര് അവരുടെ കൂടെ പോവുക ചെയ്തത്. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ പണികളിലേക്ക് ഏർപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഡിവൈനും ഡോണും ഇല്ലാത്ത കാരണം കറി അങ്ങനെ തന്നെയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം എന്തെങ്കിലും ഒന്നെങ്കിൽ ചോറും തൊട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഡിവൈൻ കഴിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചോറും ഈ കറിയൊക്കെ എടുത്ത് അവസാനിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരുവിധം പരിപാടികൾ കഴിഞ്ഞ് ഞാൻ അടുത്തൊരു സെക്ഷനിലേക്ക് ഇരുന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അതേ ഫോണിലാണ് നമ്മുടെ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ഗ്രൂപ്പിലുള്ള കുട്ടികളോടും കുറേ നേരം സംസാരിക്കാൻ പറ്റിയിട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു 4 or 5 കുട്ടികൾ ആഡായിട്ടുണ്ട്. കാരണം ഞാൻ ചോദിക്കും, ഇത് ഓർണമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പൊന്നും അല്ല കേട്ടോ എന്ന് പറയും ഞാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കുട്ടികൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അവരെ ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നേരം പോക്കാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇരിക്കുന്ന കാരണമാണ്, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ അവരോട് സംസാരിക്കാറ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ ഡിവൈനും മോനും ഡോണും തിരിച്ചു വന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റേ ബ്ലഡ്, അപ്പോൾ പിന്നെ മോഷനിൽ ഒരു ചെറുതായിട്ടൊരു റെഡിഷ് കളർ വന്ന കാരണമാണ് വേഗം കൊണ്ടുപോയത്. പനി അങ്ങനെ കാര്യമായിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഡയറിയയുടെ വല്ലതാവും, അപ്പോൾ ഇനി അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവരിങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ പോന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ഇറച്ചിയും ഇവരുടെ കാര്യങ്ങൾ അവസാനിപ്പിച്ചു. അവർക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് വേഗം അത് നേരത്തോടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ പറയുക, ഇവർക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഉഷാറായിട്ട് ഇരിക്കുമ്പോഴാണ് ചാക്കോച്ചൻ, അപ്പോൾ തോമുട്ടൻ വരുമ്പോൾ തന്നെ ഉറങ്ങിയിട്ടാണ് വന്നേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചാക്കോച്ചൻ വീണ്ടും മോഷനിൽ ബ്ലഡ് കണ്ടത്. അപ്പോൾ പിന്നെ വെച്ചുകൊണ്ടിരുന്നില്ല, നേരെ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക ചെയ്തത്. പിന്നെ സ്കാൻ ചെയ്യാൻ ഇനി പിന്നെ വന്നു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ആ സമയത്ത് പട്ടികളുടെ കാര്യങ്ങളൊക്കെ വേഗം നോക്കി. ഇത് നമ്മുടെ ജോർദാൻസ് വേൾഡിലത്തെ ചെടികളാണ് കേട്ടോ. ഒക്കെ ഉഷാറായിട്ടുണ്ട്, ഇല ഇങ്ങനെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി വലുതാകുമ്പോൾ അറിയുള്ളൂ. ചിലതിൻ്റെയൊക്കെ ഇലകൾ കൊഴിഞ്ഞുണ്ട്, എന്നിട്ടല്ലേ പിടിക്കുക. അപ്പോൾ ഞാൻ 2 നേരം ഇതിന് മാത്രം വെള്ളം ഒഴിക്കും. മറ്റേതൊക്കെ ഒരു നേരം ഒഴിക്കുമ്പോൾ ഇതിന് ഞാൻ 2 നേരം ഒഴിക്കും, കാരണം അത്രയും ചൂടാണല്ലോ. ഇതൊക്കെ പിടിച്ചു കേട്ടോ. ഇതൊരു തരം മണി പ്ലാന്റ് ആയതുകൊണ്ട് അത് പിടിച്ചു. അങ്ങനെ ഇന്ന് നേരത്തോടെ എല്ലാം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പോന്നു. കാരണം ഇതിൻ്റെ ഇടയിൽ ഒന്നും കൂടി അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടോ. ചാക്കോച്ചനെ ഞാൻ പറഞ്ഞില്ലേ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ പണികളൊക്കെ, അപ്പോൾ ഡിവൈൻ വേഗം ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത്. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവനെ കൊണ്ടുപോയാൽ ഒന്ന് അഡ്മിറ്റാക്കല പതിവ്. അപ്പോൾ അങ്ങനെ ഒരുങ്ങിയിട്ടാണ് ശരിക്കും ഇവർ പോയത്. ഞാനും കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച് അടുക്കള ഒതുക്കി കിടക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഡാഡിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. കാരണം ഇവർ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിക്ക് ബിസ്മിന്ന് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലേക്കുള്ള പത്തിരി, നാളേക്കുള്ള നൂലപ്പം ഒക്കെ കൊണ്ടുപോകാൻ വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഡാഡി പറഞ്ഞു ഇനി ഡാഡിക്ക് ഒന്നും വേണ്ട, സ്നാക്സ് കഴിച്ച് ചായ കുടിച്ചാൽ ഇനി വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ ഇരിക്കട്ടെ. കറികളൊക്കെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു, കാരണം ഇനി ചൂടല്ലേ വളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഞാൻ മറ്റേ മൈക്രോവേവ് പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്ക് ആക്കി വെച്ചു. അപ്പോൾ കുറച്ച് ഒരു 1-2 കുട്ടികൾ വെച്ച് എന്താ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെച്ചേക്കണേന്ന്. അത് മൈക്രോവേവ് സേഫാണ് കേട്ടോ മക്കളെ, അതുകൊണ്ടാണ്. അപ്പോൾ അതാകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് നേരെ ഓവനിൽ വെച്ച് ചൂടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ പാത്രങ്ങളിൽ പകർത്തി വെക്കുന്നത്. ഉണ്ടാക്കുന്നത് സാധാരണ പാത്രങ്ങളായിട്ട് വെക്കുന്നത് അങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അതും ചൂട്ടോടെ അല്ല വെക്കുന്നത്, ചൂടാറി പകർത്തി വെക്കുന്നതാണത്. പിന്നെ ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്താ പറയുക, അടുക്കളയിലത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഒക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഭക്ഷണം ഇങ്ങനെ കുട്ടികളിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ നമുക്കും അതൊരു വിഷമമല്ലേ. പിന്നെ സ്നാക്സ് കഴിച്ച കാരണം പിന്നെ ഈ വെള്ളം കുടിക്കുന്ന കാരണം വിശപ്പ് എന്ന് പറയണതില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവർ വരുമോ ഇല്ലേ ഒന്നും അറിയില്ലല്ലോ, എല്ലാതും അവസാനിപ്പിച്ച് ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തോടെ, എനിക്ക് തോന്നുന്നു 9:15 ഒക്കെ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ ഈ മെഴുകുതിരി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ മോനെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ കത്തിച്ച് വെച്ചതാട്ടോ. ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഞാൻ അങ്ങനെയാണ് ചെയ്യാറെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കത്തിച്ച് വെച്ച് ക്ലോസ് ചെയ്തതാണ് ശരിക്ക്. അപ്പോഴേക്കും അവർ പറഞ്ഞു വരികയാണ്, കുഴപ്പമൊന്നുമില്ല, നാളെ ഡോക്ടറെ അടുത്തേക്ക് ഒന്നും കൂടി പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവിടെ റൂം ഒതുക്കാനായിട്ട് നിൽക്കുമായിരുന്നു, കാരണം ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ കട്ടുമ്പോൾ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ നാളെ ബെഡ്ഷീറ്റ് എപ്പോഴാണ് കിടക്കണേന്ന് വെച്ചാൽ അപ്പോൾ ബെഡ്ഷീറ്റും കൂടി മാറിക്കഴിഞ്ഞാൽ റൂം ഫ്രഷ് ആയിട്ടോ, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല, എല്ലാതും ഒതുക്കി കഴിഞ്ഞു. ഇനി അറ്റകുറ്റ കുറച്ച് പണികൾ, ഇപ്പോൾ കർട്ടണൊക്കെ ഒന്നും ശരിയായിട്ടില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ഇടുക, അങ്ങനെയുള്ള കുറച്ച് പണികളാണ്. അപ്പോൾ എന്തായാലും അവിടുന്ന് വിളിച്ചു, അവർ അക്കീരവിടെ പോയിട്ട് തിരിച്ച് വരുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരണ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുക, അപ്പോൾ എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. അപ്പോൾ ഒരു കല്യാണ പാർട്ടിയാണ്, കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ അവർക്ക് 1-2 മാലകളുമേ ലക്ഷ്മിയുടെ ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ കയ്യിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓമുണ്ട്, ലക്ഷ്മിയുണ്ട്, പിന്നെ തൃശ്ശൂലുണ്ട്, പിന്നെ ഗുരുവായൂരപ്പനുണ്ട്, അങ്ങനെ ഒരുവിധം ഇതുണ്ട്. പിന്നെ ഹനുമാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ വേറെയുണ്ട് കേട്ടോ. അതൊക്കെ കുറേ ഡിവോഷണൽ ലോക്കറ്റ്സ് കുറേ ഉണ്ട് ഹിന്ദുസിൻ്റെ. ക്രിസ്ത്യൻസിൻ്റെ ആകെ എന്താ പറയുക കുരിശും പിന്നെ വേളാങ്കണ്ണി മാതാവും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളുടെ കയ്യിൽ. പലതരം കുരിശുണ്ട്, പിന്നെ വേളാങ്കണ്ണി മാതാവുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിത് തൊട്ടുണ്ട്, വളരെ ചെറുത്. നമ്മൾ ഈ 1 ഗ്രാമിൻ്റെ ലോക്കറ്റ് കണ്ടിട്ടില്ലേ, വളരെ തകിട് പോലെയുള്ളത്, അതാണ് ഈ നിറച്ച് കുഞ്ഞീത് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ വലിപ്പത്തിലും ഉണ്ട്, വലിയത് തൊട്ട് വലിയ പതക്ക തൊട്ട് കുഞ്ഞിത് വരെയുണ്ട്. ഇത് തലയാണ്, മറ്റേത് കണ്ടത് ലക്ഷ്മിയാണ്, ഇത് ഫുള്ള് തലയാണ്. അതായത് ക്രിസ്ത്യൻസിനും മറ്റേ മുസ്ലിംസിനും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന തലയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഡിസൈനുള്ളത് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കാപ്പവൻ്റെ കുഞ്ഞേ കാശില്ലേ നമ്മളുടെ ഗിഫ്റ്റ് കോയിൻ പറയില്ലേ, അതിൻ്റെ വലിപ്പമുള്ളതാട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് സൈസ് തോന്നുന്നുണ്ടെങ്കിലും കടലാസ് കനാണ് കേട്ടോ, അത് അടിയിലത്തെ മാത്രം, ബാക്കിയൊക്കെ സാധാരണ കോയിൻ്റെ സൈസാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വേളാങ്കണ്ണി മാതാവിൻ്റെ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തകിട് പോലെയാണ്, ഉള്ളു പൊള്ളയാണ്, നമ്മുടെ കോയിൻ്റെ മിഠായില്ല അതുപോലെയാണ്, ബാക്ക് ഓട്ടയാണ്, പൊള്ളയാണ് കേട്ടോ, മുകളിലത്തത് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ അതാ എത്തി ഡോണും ഡിവൈനും മക്കളും കൂടിയിട്ട്. അപ്പോൾ തോമു ഉഷാറായി. തോമു പോകുമ്പോൾ നിൽക്കില്ല എന്നിട്ട് കരഞ്ഞിട്ട് ബഹളം വെച്ച് പോയ ആളാണ്, വന്നപ്പോഴേക്കും ഉഷാറായി. ചാക്കോച്ചൻ ഡബിൾ ഉഷാറായി, അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്കാനിങ് റിപ്പോർട്ട് അപ്പം തന്നെ ഡോക്ടറെ കാണിച്ചു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും നാളെ ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു, അവനെയും കൊണ്ട് ഒന്ന് ചെന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 11:15 അവർ വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഡിവൈൻ പോകുമ്പോൾ കഴിച്ചു, എന്നാലും ഞാൻ പറഞ്ഞു കഴിച്ചോളാം, അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഡിവൈനും മക്കളും കൂടിയിട്ട് മുകളിൽ കയറിപ്പോയി. കാരണം ചാക്കോച്ചനെ ഒന്ന് എന്താ പറയുക കുളിപ്പിക്കുകയും തോമൂനിയും ഒക്കെ ഒന്ന് ഫ്രഷ് ആക്കണം, കാരണം ഭയങ്കര വയർപ്പാണ്. അപ്പോൾ ഇപ്പോൾ അക്കിരോടെ പോയി വന്ന വിശേഷങ്ങൾ പറയണം കേട്ടോ. ഞങ്ങൾ വട്ടട്ട് നിന്നിട്ട് അങ്ങനെ അമ്മയും മക്കളെയും മുകളിൽ കയറ്റിയിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കായിരുന്നു. പത്തിരിയും ബോട്ടി കറിയും പിന്നെ ബീഫ് കറിയും അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തോ പതിവില്ലാണ്ട് ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ച് ഞാൻ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ നീക്കി, വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ കണ്ടില്ല, എല്ലാം ഒതുക്കി നീങ്ങിയതാണ് ഞാൻ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറൊരു ഒതുക്കലുണ്ടായിരുന്നില്ല. അപ്പോഴും മണി 12 ആയിട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ വീണ്ടും എല്ലാം അവസാനിപ്പിച്ചു, മേശപ്പുറമൊക്കെ ഒതുങ്ങി. കാരണം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും സമയം കിട്ടി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ നടയിലേക്ക് വന്നു. അപ്പം ഞാൻ തിരിച്ച് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുട്ടിക്ക് ഒന്നുമില്ലാണ്ട്, അപ്പം നമ്മളെപ്പോഴും ഒരു വിശ്വാസമാണ് പോകുമ്പോൾ മെഴുകുതിരി കത്തിക്കുക, അത് കത്തി കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വിവരം അറിയും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നന്ദിപൂർവ്വം
ആ മെഴുകുതിരി വീണ്ടും കത്തിക്കുക. ഇതാണ് ഈ വീട്ടിൽ എപ്പോഴും നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ല, എപ്പോഴും മെഴുകുതിരി ഇവിടെ തിരിക്ക് എന്തോ ഒരു പ്രധാന പങ്ക് ഈ വീട്ടിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നാളാണല്ലോ, തീ നാളാണല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ അത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.